പെട്രോൾ മേടിക്കാൻ കത്തിക്കും. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. എന്ത് നഷ്ടമാകുമ്പോൾ എനിക്ക് തിരിഞ്ഞു പിന്നൊന്നും നോക്കണ്ട, രണ്ടെണ്ണത്തെയും കിട്ടും. ആ കൂട്ടത്തിൽ നിന്റെ അച്ഛൻ നിന്റെ നീ കൂടെ ആവുന്നുള്ളതേ ഉള്ളൂ. പോട്ടെ. ഞങ്ങളുടെ നേരിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു കൊലപാതകം നടന്നായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട് ഇവർ ഒരു കഴിഞ്ഞ 12-ാം തീയതി കടവൂർ ചെണ്ണയ്ക്കാമൺ പെരുന്തോയിൽ ഒരു ബോഡി നമുക്ക് മൃതദേഹം ലഭിക്കുകയും ഈ മൃതദേഹത്തിൻ്റെ മറ്റ് പരിശോധനകൾ നടത്തിയപ്പോൾ അത് കൊലപാതകമാണെന്ന് തെളിയുകയുണ്ടായി. അപ്പോൾ ഇവരെക്കുറിച്ച് പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചവരെ പ്രതികൾ തലേന്ന് 10-ാം തീയതി രാത്രിയിൽ പ്രതികളോടൊപ്പം ഈ പറയുന്ന മരിച്ച രജി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഇവരെക്കുറിച്ച് അന്വേഷിച്ചതിൽ ആദ്യത്തെ ഒരു പ്രതിയെ, ഒരു ഷാജിയെ 13-ാം തീയതി നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ അനിൽകുമാർ ഒളിവിലായിരുന്നു. പലയിടങ്ങളിലായിട്ട് ഒളിച്ച് താമസിക്കുകയായിരുന്നു. കൂടുതൽ സമയം ഇയാൾ വണ്ടികളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. പലപ്പോഴും മാത്രം ഒരു മൊബൈൽ ഫോൺ എടുത്തിരുന്നു. ഇയാളുടെ സുഹൃത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ഒരു മൊബൈൽ ഫോൺ എടുത്തിരുന്നു. ആ മൊബൈൽ ഫോൺ വല്ലപ്പോഴും ഓണാക്കുകയും അപ്പോൾ തന്നെ ഓഫ് ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഇന്ന് പുനലൂരിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് ഒരു വിശ്രമമില്ലാത്ത പരിശ്രമത്തിനൊടുവിലാണ് ഈ അറസ്റ്റ് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു എൻ്റെ ടീമുണ്ട്. വിഷ്ണു, ബോബിൻ, രാജേഷ് എന്നിവരടങ്ങിയ ഒരു സംഘത്തെ രൂപീകരിച്ചിരുന്നു. രാജീവ് എല്ലാവരും ചേർന്നാണ് ഇയാളെ പിടിച്ചത്. മലയോര മേഖലയാണ്. അപ്പോൾ ഈ ഒളിവിൽ പോയ പ്രതിയെ പിടിക്കാൻ വളരെ റിസ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു സാഹചര്യം? അനിലിനെ പിടിക്കാനുള്ള സാഹചര്യം? അനിലിനെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ദുഷ്കരമായ സംഭവമായിരുന്നു. കാരണം ഇയാളുടെ ഒരു വ്യക്തമായ ഫോട്ടോ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും പല കല്യാണ ആൽബങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എടുത്ത ഫോട്ടോയായിരുന്നു. പക്ഷേ അത് വളരെ ദുഷ്കരമായിരുന്നു. അതിലുപരിയായിട്ട് അനിൽ തോന്നുന്നു സിനിമകളുടെ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അനിൽ പലപ്പോഴും വളരെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു അനിലിൻ്റെ പല പ്രവർത്തനങ്ങളും. കാര്യം ഇവിടുന്ന് പോയ സമയത്ത് അനിലിൻ്റെ സുഹൃത്തിൻ്റെ മൊബൈലാണ് അനിൽ കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി ആ സുഹൃത്തിൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെന്നിട്ട് അനിയനെ കൊണ്ട് ഇദ്ദേഹം ഒരു മൊബൈൽ ഫോണും ഒരു സിം കാർഡും പുതുതായിട്ടെടുത്തു. നമ്മൾ ആദ്യമേയൊക്കെ അനിലിൻ്റെ ഫോൺ വെച്ചിട്ടായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അത് പിന്നീട് നമുക്ക് മനസ്സിലായി അനിലിൻ്റെ ഭാര്യയാണ് അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വളരെ യാദൃച്ഛികമായിട്ടാണ് ആ ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുടെ മകളുടെ ഫോണിലേക്ക് വന്ന ഒരു കോള് പിന്നെ അടിസ്ഥാനമാക്കി പോയപ്പോഴാണ് ഇദ്ദേഹം മറ്റൊരു ഫോൺ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. പിന്നീട് അതിൻ്റെ അന്വേഷണത്തിലാണ് നമുക്ക് ഈ സുഹൃത്തിൻ്റെ അനിയൻ എടുത്തു കൊടുത്ത മൊബൈൽ ഫോണാണ്. ഇവർ രണ്ടുപേരും ഇതിൽ ക്രൈം അറിഞ്ഞവർ തന്നെയാണ്. അപ്പം അവരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ ദുഷ്കരമായിരുന്നു ഈ അന്വേഷണം. കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. നമുക്ക് വിവരം കിട്ടി. കാര്യം ഇന്ന് മിക്ക കോടതികളിലും നമ്മൾ പാർട്ടി ഉണ്ടായിരുന്നു. കോടതിയിൽ കീഴടങ്ങാൻ ഉള്ള നടപടിയായിരുന്നു അത്. പുനലൂർ വളരെ ഒരുപാടുപെട്ട് പിടിക്കാനായിട്ട്. അനിലിന് അത്തരത്തിലുള്ള ചെറിയ ഫോറസ്റ്റ് കേസുകളും അത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ട്. കൊലപാതകത്തിനുള്ള കാരണം അനിലിൻ്റെ വൈഫിനെ ഈ പറയുന്ന രജി ഉപദ്രവിച്ചതിലുള്ള വിരോധമാണ് ഈ മരണകാരണം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കൊരു ഇവർ തമ്മിലൊരു തല്ല് നടന്നിരുന്നിട്ട് അന്ന് പിന്നീടും ഇദ്ദേഹം ഈ സ്ത്രീയെ വഴക്ക് പറയും ചീത്ത വിളിക്കുകയൊക്കെ മറ്റുമൊക്കെ ചെയ്തു. അത് ഇതിനകത്തൊരു
പെട്ടെന്നുണ്ടായ ഇയാൾ കൊല്ലണം എന്നുള്ള ഉദ്ദേശം അതിൽ നിന്നാണ് പുള്ളിക്ക് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഗൂഢാലോചന നടത്തി. ഈ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ രജി അങ്ങനെ വിരോധമൊന്നും ആരുടേതും വയ്ക്കുന്ന കക്ഷിയല്ല. ഇന്ന് ഇപ്പോൾ അടിയുണ്ടായ വീണ്ടും അവരുടെ കൂടെ തന്നെ ചെന്നിരുന്ന് മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കൂടെ വീണ്ടും പോയതും ഇതിൽ മരണത്തിൽ. തന്നെയാണോ മരണകാരണം? ആകെ 2 പ്രതികളാണുള്ളത്. മരണകാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം തോർത്തിട്ട് കഴുത്തെ മുറുക്കിയതും പിന്നെ ഈ നെഞ്ചത്തേറ്റ ഇടിയും മരണകാരണം.